Hi everyone, welcome to our YouTube channel Nirvara Education. പഠിപ്പിക്കുന്ന പോർഷൻസ് നന്നായി മനസ്സിലാകാൻ ലെക്ചർ 1 and 2 കണ്ടതിന് ശേഷം ലെക്ചർ 3 കാണുക. ഓക്കെ, നമുക്കിനി അടുത്ത കുറച്ച് പ്രോബ്ലംസാണ് പഠിക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലംസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചതെല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. അപ്പോൾ നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം? ആദ്യം നമുക്ക് ബി മാർക്ക് ചെയ്യണം. ആണോ? റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ബി ആണ് 90 ഡിഗ്രി. അടുത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് എ ബി തന്നിട്ടുണ്ട്, അതേപോലെ ബി സി തന്നിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി ബി മാർക്ക് ചെയ്തു. സോ ഇവിടെ നമുക്ക് എ മാർക്ക് ചെയ്യാം, ഇവിടെ സി മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? എന്ത് തന്നിട്ടുണ്ട്? എ ബി എന്ത് തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ടാണോ? 24 സെൻറ്റിമീറ്റർ. ദെൻ ബി സി തന്നിട്ടുണ്ട് എന്താ? 7 സെൻറ്റിമീറ്റർ ആണല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ് അറിയാമെങ്കിൽ നമുക്ക് 3 സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് പൈതഗോറസ് തിയറം. ആണോ? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടുത്തെ അൺനോൺ ഏതാണ്? അൺനോൺ ഹൈപ്പോട്ടനൂസ് ആണ്. സോ ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ബേസ് ഏതാണ്? ഇതല്ലേ ബേസ്? 7 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഏതാ? ഓൾട്ടിറ്റ്യൂഡ് എ ബി ആണ്. സോ 24 സ്ക്വയർ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു എന്താ? 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 പ്ലസ് എന്താ? 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 × 24 576 ആണല്ലോ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 576 പ്ലസ് 49 5 2 6, അതായത് 6 2 5 ആണോ? ഹൈപ്പോട്ടനൂസ് എന്താണ്? √6 2 5, അതായത് എന്താണ്? 25 ആണ്. ആണല്ലോ. അപ്പോൾ ഇത് മാർക്ക് ചെയ്തു 25. അതായത് നമുക്കൊരു പ്രോബ്ലം തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ സൈഡും ആദ്യം കാണുക, എന്നിട്ട് മാത്രം ബാക്കിയുള്ളതിലോട്ട് പോവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിപ്പോൾ എ ബി തന്നിട്ടുണ്ട്, മാർക്ക് ചെയ്തു. ബി സി തന്നിട്ട് മാർക്ക് ചെയ്തു. അൺനോൺ എ സി ആയിരുന്നു, അത് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നിട്ട് കാണാം. ആദ്യം നമുക്ക് എന്താ? സൈൻ എ കാണണം. എ ഇതല്ലേ? സൈൻ എ എന്താ? സൈൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്നല്ലേ പഠിച്ചേ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ആണോ? ബൈ ഹൈപ്പോട്ടനൂസ് എപ്പോഴും ഏതാണ്? എ സി ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എപ്പോഴും ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതായത് ബി സി എത്രയാ? 7/25. ഇതാണെന്ത്? സൈൻ എ. സിമിലർലി അടുത്തത് കണ്ടത് എന്താ? കോസ് എ. കോസ് എ എന്താണ്? കോസിൻ്റെ ഫോർമുല അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. എയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? 24 ബൈ ഹൈപ്പോട്ടനൂസ് ഏതാണ്? 25. സംശയമുണ്ടോ? ആദ്യത്തെ കണ്ടുപിടിച്ചു, രണ്ടാമത്തത് കണ്ടുപിടിച്ചു. അടുത്തത് എന്താ? സൈൻ സി കാണണം. സൈൻ സി. സി എടുത്തു, ഇതാണ് എൻ്റെ ആംഗിൾ ആണോ? സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. മറക്കരുത്, സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. സിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? 24 ബൈ ഹൈപ്പോട്ടനൂസ് ഏതാണ്? 25. ഓക്കെ ആണല്ലോ? സൈൻ സി ആയി. ഇനി കോസ് സി. എന്താ കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. സിയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? 7 ബൈ ഹൈപ്പോട്ടനൂസ് ഏതാണ്? 25. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു പ്രോബ്ലം തരും, നമുക്ക് രണ്ട് സൈഡ് നമുക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് എപ്പോഴും നമ്മൾ എന്ത് കാണണം? മൂന്നാമത്തെ സൈഡ് ആദ്യം കാണണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം? ഫോർമുലയിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എപ്പോഴും നമ്മൾ ട്രിഗണോമെട്രിയിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എപ്പോഴും ഇത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടാൻ പി മൈനസ് കോട്ട് ആർ. ഇതാണ് കണ്ടത്, ടാൻ പി മൈനസ് കോട്ട് ആർ. ആദ്യം ഞാൻ പറഞ്ഞു എന്താ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും, രണ്ട് സൈഡ് നമുക്ക് തന്നിട്ടുണ്ടാവും, മൂന്നാം സൈഡ് നമുക്ക് കാണണം. മസൽ കാണാൻ വേണ്ടിയുള്ള ഫോർമുല എന്തായിരുന്നു? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. നമുക്ക് ഇതിൽ ഓരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഏതാ തന്നിട്ടുള്ളത്? ഹൈപ്പോട്ടനൂസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ബേസ് ആണ് കാണേണ്ടത്. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ
13 സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ അറിയില്ല, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 12 സ്ക്വയർ, 13 സ്ക്വയർ 13 ഇൻറ്റു 13 169 ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് 144. ഇപ്പുറത്തുണ്ടല്ലോ. അപ്പം ബേസ് സ്ക്വയർ ഈക്വൽ ടു 169 മൈനസ് 144. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ബേസ് ഈക്വൽ ടു റൂട്ട് 25, അതായത് 5. ഇത് കിട്ടിയല്ലോ. ഇനി നമുക്ക് കാണാം എന്താ ടാൻ പി. എന്താ ടാനിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ആദ്യം എന്താണ്? പി ആണ് എടുക്കുന്നത്. പിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? 5 ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? 12. ഓക്കെ ആണല്ലോ. അടുത്തത് കോട്ട് ആർ കാണണ്ടേ? കോട്ട് ആർ. ആദ്യം നമുക്ക് ടാൻ ആർ കാണാമല്ലോ. ടാൻ ആർ എന്താ? ടാൻ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്, അതായത് 12 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5. ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 12 ആണ്, ആറിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 5 ആണ്. ആണല്ലോ. ദെൻ കോട്ട് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ ടാൻ ആർ ആണോ കോട്ട് ആർ? അതായത് ടാൻ ആറിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? എന്ത് വരും? 5 ബൈ 12 ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ടാൻ പി മൈനസ് കോട്ട് ആർ. എന്താ ടാൻ പി നമ്മൾ കണ്ടുപിടിച്ചത്? എന്താ? 5 ബൈ 12 മൈനസ് കോട്ട് ആർ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? 5 ബൈ 12. എന്താണ് വരുന്നത്? 0. സൈൻ കോസ് ടാൻ്റെ ഫോർമുല നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമുക്ക് എന്തും കൂടെ പഠിക്കണം? പൈതഗോറസ് തിയറം കൂടെ പഠിക്കുക. ഇതറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സൈൻ എ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? നമുക്ക് കോസയും കാണണം, ടാനയും കാണണം. അപ്പോൾ നമുക്ക് സൈൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് സൈൻ എന്താ തന്നിട്ടുള്ളത്? സൈൻ 3/4 ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എ ഇവിടെ കൊടുക്കരുത്. എ 90ൽ കൊടുക്കരുത്. 90 അല്ല തന്നിക്കുന്നത്. ഓക്കെ. എ എപ്പോഴും വേറൊരു സ്ഥലത്ത്, അതായത് ഒന്നെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാമല്ലോ എ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഞാൻ പേരിടാമല്ലോ ABC. ഓക്കെ ആണല്ലോ. അത് മനസ്സിലായല്ലോ. ദെൻ സൈൻ എ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? സൈൻ എ 3/4. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്. നേരത്തെ നമുക്ക് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സൈൻ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മുടെ സൈനിൽ നിന്ന് നമ്മുടെ സൈഡിലോട്ട് നമ്മളതിൻ്റെ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. സൈൻ എ. സൈൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. എയുടെ ഓപ്പോസിറ്റ് ഏതാ? BC ബൈ ഹൈപ്പോട്ന്യൂസ് ഏതാ? AC. മനസ്സിലായി? അതായത് സൈൻ എ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് BC ബൈ ഹൈപ്പോട്ന്യൂസ് AC. എയുടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും. സംശയമുണ്ടോ? ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? ഇക്വേറ്റ് ചെയ്ത BC എന്താണ്? 3. AC എന്താണ്? 4 ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സൈഡ് കാണണ്ടേ? എന്ത് അപ്ലൈ ചെയ്യണം? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് 4 സ്ക്വയർ ഈക്വൽ ടു ബേസ് നമുക്കറിയില്ല. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 3 സ്ക്വയർ. 16 ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് 9. ബേസ് സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് 9. ബേസ് സ്ക്വയർ ഈക്വൽ ടു 7. ബേസ് ഈക്വൽ ടു റൂട്ട് 7. ഇതെന്ത് വന്നു? റൂട്ട് 7. സംശയമുണ്ടോ? ഇനി നമുക്ക് എല്ലാം കാണാമല്ലോ. എന്താ? കോസ് എ അഡ്ജസൻറ്റ് സൈഡ്. എയുടെ അഡ്ജസൻറ്റ് സൈഡ് അതായത് എന്താ? AB ബൈ ഹൈപ്പോട്ന്യൂസ് എപ്പോഴും എന്തായിരിക്കും? AC. അതായത് എന്താണ്? റൂട്ട് 7/4. അടുത്ത എന്താണ്? ടാൻ എ കാണാമല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അതായത് BC ബൈ AB. എന്താ BC എന്ന് പറഞ്ഞാൽ 3 ബൈ AB എന്താ? റൂട്ട് 7. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 15 കോട്ട് A ഇസ് ഈക്വൽ ടു 8. സൈൻ എയും കാണണം, CKയും കാണണം. ക്വസ്റ്റ്യൻ എന്താണ്? 15 കോട്ട് A ഇസ് ഈക്വൽ ടു 8. ഓക്കെ. ഇവിടെ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കാൻ മറന്നുപോയി. എ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എയുടെ മാർക്ക് ചെയ്തു, ബിയുടെ മാർക്ക് ചെയ്തു, സിയുടെ മാർക്ക് ചെയ്തു. ഇത് 90 ഡിഗ്രി. ഇത് ഹൈപ്പോട്ന്യൂസ്. ദെൻ ഇതിൽ കോട്ട് എ കാണാമല്ലോ.
ഇതിപ്പുറത്ത് പോകുമ്പോൾ എന്താവും 8/15. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ കോട്ട് എ ഈക്വൽ ടു 8/15 ആണല്ലോ. എന്താ ടാൻ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ, കോട്ടയുടെ റെസിപ്രോക്കൽ, അതായത് 15/8. എന്തിനാ ഞാൻ ടാനിലോട്ട് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട 3 ഫോർമുല സൈൻ, കോസ്, ടാൻ. അതായത് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്, അടുത്ത ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അടുത്ത് ഞാൻ കൊസീക്ക് പഠിപ്പിച്ചത് എന്താണ്? സൈനിൻ്റെ ഇൻവേഴ്സ് ആയിട്ടാണ്. അതേപോലെ സീക്ക് പഠിപ്പിച്ചത് കോസിന് ഇൻവേഴ്സ് ആയിട്ടാണ്. അതുപോലെ ഞാൻ കോട്ട് പഠിപ്പിച്ചത് എന്താണ്? ഞാൻ ടാൻ്റെ ഇൻവേഴ്സ് ആയിട്ടാണ്. അത് നമുക്ക് ഒന്ന് പഠിക്കേണ്ട ബേസിക് ഫോർമുല 3 ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലോട്ട് ആദ്യം ഞാൻ അത് കൺവേർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടാൻ എ. എന്താ ടാൻ എ എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് സൈഡ്, എയുടെ ഓപ്പോസിറ്റ് ഏതാ? ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണല്ലോ. അപ്പോൾ നമ്മുടെ ബി സി എത്രയാണ്? ബി സി ആണ് എന്ത്? 15 ആണോ? എ ബി ആണ് എന്ത്? 8. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത അൺനോൺ ഉണ്ടല്ലോ, ഏതാണ്? എ സി കാണണം. പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്താണ്? 8 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 15 സ്ക്വയർ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 പ്ലസ് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 × 15 എന്താ? 225 ആണല്ലോ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 289 ആണല്ലോ. ദെൻ ഹൈപ്പോട്ടനൂസ് ഈക്വൽ ടു √289. അത് എന്താണ്? 17ൻ്റെ സ്ക്വയറാണ് 289. എന്ത് വരും? 17. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാണാം, സൈനെ കാണാം. സൈനെ എന്താ? സൈൻ്റെ ഫോർമുല, എയുടെ സൈൻ്റെ ഫോർമുല എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഓപ്പോസിറ്റ് ഏതാ? ബി സി ബൈ ഹൈപ്പോട്ടനൂസ് ഏതാ? എ സി. അതായത് ഓപ്പോസിറ്റ് ബി സി എന്താണ്? 15/17. അടുത്ത സി കെ കാണണം. കോസ് എ കാണാമല്ലോ. അഡ്ജസൻറ്റ് സൈഡ്, എയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്താ? എ ബി ബൈ ഹൈപ്പോട്ടനൂസ് എന്താ? എ സി. എന്താണ്? 8/17 ആണല്ലോ. സീക്ക് എ എന്താ? 1/cos എ. കോസ് എയുടെ റെസിപ്രോക്കൽ, അതായത് 17/8.